അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്വാസികളെ, ഇസ്രായേൽ സമൂഹത്തോട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പരിശുദ്ധ ഖുദ്സ് ഉൾക്കൊള്ളുന്ന പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ അതവർ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, പ്രവാചകരോട് അവർ ധിക്കാരപരമായി സംസാരിച്ചത് നാം വിശദീകരിച്ചു. ബഹുദൈവ വിശ്വാസികളും ശക്തരും മല്ലരുമായ അമാലിക് വിഭാഗത്തെ എതിർത്ത് പരാജയപ്പെടുത്തി അവരോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ അവർ ഭീരുക്കളായി പിന്മാറി. ഈ സമയം മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു. കാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വഅഖി ഫഫ്റുഖ് ബൈനനാ വബൈനൽ ഖൗമിൽ ഫാസിഖീൻ. മൂസാ നബി പറഞ്ഞു, എൻ്റെ റബ്ബേ, ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വഅഖി, നിന്നെ അനുസരിക്കുന്ന കാര്യത്തിൽ, നിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുന്ന കാര്യത്തിൽ എൻ്റെ സ്വന്തം ശരീരത്തെയും എൻ്റെ സഹോദരൻ ഹാറൂനിൻ്റെ കാര്യത്തെയുമല്ലാതെ ഞാൻ അധീനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഫഫ്റുഖ് ബൈനനാ വബൈനൽ ഖൗമിൽ ഫാസിഖീൻ, നിനക്ക് നന്ദികേട് കാണിക്കുന്ന ഈ തമ്മാടികളായ ജനതക്കിടയിലും ഞങ്ങൾക്കിടയിലും നീ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം, അതിൻ്റെ ഫലമായി കഴിഞ്ഞ തവണ നാം സൂചിപ്പിച്ച 40 വർഷം ആ പരിശുദ്ധ പ്രവേശത്തേക്കുള്ള പ്രവേശനം അവർക്ക് നിഷേധിക്കപ്പെട്ടു. അങ്ങനെ സീനാ മരുഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ പരിഭ്രാന്തരായി അവർ നടക്കുകയാണ്. ഈ നടത്തത്തിനിടയിലും അല്ലാഹു തആല അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന മരുഭൂമി, തണൽ ലഭിക്കാൻ ഒരു മാർഗവുമില്ല, അവർക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം. ഇതിലൊക്കെയുള്ള സൗകര്യം അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്നു. വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ, നിങ്ങളുടെ മേൽ നാം മേഘം തണലിട്ട് തന്നു. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, മേഘത്തിൻ്റെ തണൽ മാത്രമല്ല, ഭക്ഷണം കഴിക്കുവാനുള്ള മന്ന് സൽവ, അത്ഭുതകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മന്നും സൽവയും മറക്കിക്കൊടുത്തു. മന്നെന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള തേൻ, ഒരു തരം കട്ടിത്തേൻ. വസ്സൽവ, കാടപ്പക്ഷിക്ക് സമാനമായ ഒരു കിളി, അതിൻ്റെ ഇറച്ചിയും തേനും അവർക്ക് ഇറക്കിക്കൊടുത്തു. ഓരോരുത്തർക്കും ആവശ്യമായത് അല്ലാഹു തആല നൽകുന്നു. അമിതമായി ആവശ്യത്തിലധികം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അവർ പരിശ്രമിക്കുമ്പോൾ അവർക്കതിന് കഴിയില്ല. ഓരോരുത്തർക്കും ആവശ്യമായ വിധത്തിൽ അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത് കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, അല്ല പറഞ്ഞു, നിങ്ങൾക്ക് നാം നൽകിയ നല്ല ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുക. എന്നാൽ വമാ ലലമൂന, നന്ദികേട് കാണിക്കുന്നത് വഴി അവർ നമുക്ക് ഒരു ഉപദ്രവവും അവർ ചെയ്യുന്നില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവരുടെ നന്ദികേടിൻ്റെ തിക്തഫലം അവർ തന്നെയാണ് അനുഭവിക്കുക എന്ന് അല്ലാഹു തആല പറയുന്നു. ഭക്ഷണം മാത്രമല്ല, ദാഹജലം, വെള്ളം അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടു. അതിനും സൗകര്യം അല്ലാഹു തആല ഒരുക്കിക്കൊടുത്തു. വഇദിസ്തസ്കാ മൂസാ ലിഖൗമിഹി ഫഖുൽ ദ്രിബ് ബിഅസാകൽ ഹജറ ഫൻഫജറത് മിൻഹു ഇസ്നതാ അശറത ഐനാ വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. മൂസാ നബി തൻ്റെ ജനതയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ദാഹജലത്തിന്, കുടിവെള്ളത്തിന് തേടി. ഫഖുൽ ദ്രിബ് ബിഅസാകൽ ഹജറ, അപ്പോൾ നാം പറഞ്ഞു, മൂസ തങ്ങളുടെ വടി കൊണ്ട് ആ കല്ല്, തൂരി സീനാ പർവ്വതത്തിൽ നിന്നും കൊണ്ടുവന്ന ആ കല്ലിൻ്റെ മുകളിൽ തങ്ങൾ അടിക്കുക.
അങ്ങനെ അടിച്ചപ്പോൾ ഫംഫജറത്ത് മിൻഹു സിനത്താശറത്ത ഐന, 12 ഉറവുകൾ അതിൽ നിന്നും പൊട്ടി. 12 ഗോത്രങ്ങളാണ് അവരുള്ളത്. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം കുടിക്കാൻ വേണ്ടി. സാധാരണ നദികളിൽ നിന്നും കുളങ്ങളിൽ നിന്നുമെല്ലാം, പൊതുകുളങ്ങളിൽ നിന്ന് എല്ലാവർക്കും ഉപയോഗിക്കാം. എന്നാൽ ഇത് ഓരോരുത്തർക്കും പ്രത്യേകമായി ഉപയോഗിക്കുവാനുള്ള സൗകര്യം അല്ലാഹു തആല ഒരുക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു, വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരായ നിലയിൽ നിങ്ങൾ ജീവിക്കരുത്. അങ്ങനെ ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിലും അവർ വീണ്ടും നന്ദികേട് കാണിക്കുകയാണ്. മൂസാ നബിയോട് അവർ പറയുന്നു, വഇദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ് ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർളു മിൻ ബഖലിഹാ വകിസ്സായിഹാ വഫൂമിഹാ വഅദസിഹാ വബസ്ലിഹാ ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ ഇഹ്ബിതൂ മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സമയം നിങ്ങൾ ഓർക്കുക. യാ മൂസ, ഓ മൂസ, ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, ഒരേ ഭക്ഷണത്തിൻ്റെ മേലിൽ തന്നെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫദ്ഉ ലനാ റബ്ബക, നമുക്ക് വേണ്ടി നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കണം. യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർളു മിൻ ബഖലിഹാ വകിസ്സായിഹാ, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന, ഭൂമിയിൽ നിന്ന് മുളക്കുന്ന പലതരം പച്ചക്കറികൾ, ചീര, കക്കരിക്ക, പയറ് തുടങ്ങിയ പലതരം ഉള്ളി, പലതരം പച്ചക്കറികൾ നമുക്കവൻ പുറപ്പെടുവിക്കട്ടെ, വിവിധ ഭക്ഷണങ്ങൾ നമുക്കവൻ നൽകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നന്ദി കെട്ട ആ ജനതയോട് ചോദിക്കുകയാണ്, കാല തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, നിങ്ങൾക്ക് ഒരധ്വാനവും കൂടാതെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അത്ഭുതകരമായി ലഭിക്കുന്ന മുന്തിയ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് താന്ന ഭക്ഷണമാണോ നിങ്ങൾ തേടുന്നത്? നിങ്ങൾ എന്തൊരു ജനതയാണ്! യഹ്ബിതു മിസ്റൻ, നിങ്ങൾ ഏതെങ്കിലും നാട്ടിലേക്ക് പോകുക, എന്നിട്ട് അവിടെ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ ചോദിക്കുന്നത് അവിടെ ലഭിച്ചേക്കാം എന്നൊക്കെയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വളരെ വിഷമത്തോടുകൂടെ നന്ദികേടിൻ്റെ പ്രതീകങ്ങളായ ഈ ആളുകളോട് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്. തൗറാത്ത് സ്വീകരിച്ചു കൊള്ളാമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് നടത്തിയ കരാറ് ലംഘിച്ചപ്പോൾ അവരുടെ തലയ്ക്ക് മീതെ പർവ്വതത്തെ ഉയർത്തി ഭീഷണിപ്പെടുത്തി, ഹുദൂമാതൈനാകും ബിഖുവ്വത്തിൻ, നിങ്ങൾക്ക് നാം നൽകിയ തൗറാത്തിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം, അത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോഴും സമീന വാസൈന, എല്ലാം ഞങ്ങൾ കേൾക്കുന്നു, പക്ഷേ ഒന്നും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞ ഈ വിഭാഗത്തെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളോടാണ് അല്ലാഹു തആല ഉപമിക്കുന്നത്. മസലുല്ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ബിഇസ മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാത്തില്ലാഹ്. തൗറാത്ത് നൽകപ്പെടുകയും സുമ്മലം യഹ്മിലൂഹ, പിന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാത്തവരുടെ ഉപമാക്ക മസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയെപ്പോലെയാണ്. നല്ല വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥക്കെട്ടുകളുമായി കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഈ കഴുതക്കറിയില്ല ഇതിലുള്ളതെന്താണെന്ന്, കഴുതക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നതുപോലെ ഇരുലോക വിജയത്തിലൊതുങ്ങുന്ന തൗറാത്ത് നൽകിയിട്ടും അത് വായിക്കാതെ മനസ്സിലാക്കാതെ അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ മുന്നോട്ടു പോകുന്നവർ ഈ കഴുതകൾക്ക് സമാനരാണെന്ന് അല്ലാഹു തആല പറയുന്നു. ബീസ മസലുൽ ഖൗമില്ലദീന കസ്സബൂ ബിആയാത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരുടെ ഉപമ എത്ര ചീത്ത ഉപമയാണ് എന്ന് അല്ലാഹു തആല അവരെ ഉണർത്തുന്നു. ഇതെല്ലാം നമുക്കും പാഠമാകുവാൻ വേണ്ടിയാണ് അല്ലാഹു തആല പറയുന്നത്. നന്ദികേട് നമ്മിൽ നിന്നും ഉണ്ടായിക്കൂടാ. നാം ഖുർആനിൻ്റെ വാഹകരാണ്, ഖുർആനിൻ്റെ ആളുകളാണ്. പക്ഷേ ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ വരുമ്പോൾ നമുക്കും ഇണങ്ങുന്ന ഉപമയാണിത്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ.
സീന മരുഭൂമിയിലൂടെ അലഞ്ഞ് തിരിയുന്ന ഇസ്രായേലിയർ വർഷങ്ങൾ കഴിഞ്ഞു. അവരിലെ പഴയ തലമുറ കാരണവന്മാർ മരണപ്പെടുന്നു. അതുതന്നെയാണ് ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ വന്ന് അവർ തൗറാത്ത് മനസ്സിലാക്കി, ദീൻ മനസ്സിലാക്കി അവരാണിനി ഫലസ്തീനിലേക്ക് പ്രവേശിക്കേണ്ടത്. കൂട്ടത്തിൽ മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമും വഫാത്തായി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനും വയസ്സാകുന്നു. മൂസാ നബി അലൈഹിസ്സലാമും ഖുദ്സ് ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വഫാത്താകുകയാണ്. പക്ഷേ അപ്പോഴേക്കും മഹാനായ യൂശ അലൈഹിസ്സലാം ഫലസ്തീനിൽ പ്രവേശിക്കാൻ പറഞ്ഞ അധിക ആളുകളും ഭീരുക്കളായി പിന്മാറിയപ്പോൾ 12 പേരെ വിവരങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച കൂട്ടത്തിൽ 2 പേർ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന 2 പേർ ഫലസ്തീനിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്, എല്ലാം റബ്ബിൽ തവക്കുലാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് യൂശ അലൈഹിസ്സലാം. അന്ന് അദ്ദേഹം പ്രവാചകനായിട്ടില്ലെങ്കിലും പിന്നീട് പ്രവാചകനായിട്ടുണ്ട്. ആ യൂശ നബി അലൈഹിസ്സലാമാണ് പിന്നെ വളർന്ന തലമുറയെ, പുത്തൻ തലമുറയുമായി അവർക്ക് തൗറാത്തിൻ്റെ കാര്യങ്ങളും മറ്റ് ചരിത്രങ്ങളുമെല്ലാം പഠിപ്പിച്ച് അവരെ സമര സജ്ജരാക്കിക്കൊണ്ട് ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഏവരെയും അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിയാറുകളിൽ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.